Hi everyone. Morning. 21 August 2024, Wednesday. See, attitude of gratitude ഒക്കെ നമ്മൾ സംസാരിച്ചു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന ഈ സീരീസിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സൂപ്പർ സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സി നമ്മളുടെ ഒരുപാട് ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുകയും അതിന് ബേസ് ചെയ്തിട്ട് കുറേ ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ചെയ്യുകയും കുറേ ആറ്റിറ്റ്യൂഡുകൾ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇന്ന് ഇന്ന് നമ്മൾ സഹകരണ മനോഭാവത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും പറയാം, കോഓപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നാണ്. സഹകരണ മനോഭാവം. സഹകരിക്കാത്ത ആളുകളും സഹകരിക്കുന്ന ആളുകളുണ്ട്. സഹകരിക്കുന്ന ആളുകൾ നല്ലവരാണ്, സഹകരിക്കാത്തവർ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സഹകരണ മനോഭാവം ഇല്ല, ആറ്റിറ്റ്യൂഡ് ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സഹകരണ മനോഭാവം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സഹകരണ മനോഭാവം നമുക്കുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്രോസ് ചെക്കിങ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സഹകരണ മനോഭാവത്തെ കുറിച്ചാണ്. ഡു ഐ ഹാവ് എ കോഓപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ്? ആ കാര്യത്തിൽ ഞാൻ പുള്ളി കോപ്പറേറ്റ് ചെയ്യില്ല, പുള്ളി അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ല. സഹകരണ മനോഭാവത്തിന് രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, അതിന് സഹകരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളും സഹകരിക്കൽ നിർബന്ധമായിട്ടുള്ള സ്ഥലങ്ങളും, രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് പരസ്പരം സഹകരിക്കേണ്ട ചില ഏരിയകൾ, പരസ്പരം സഹകരിക്കേണ്ട ചില ഏരിയകൾ നമുക്കറിയാം. നമുക്ക് ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോഡ്സ് ഓരോ വർഷം തികയുമ്പോൾ 500 ദിവസം, 365 ദിവസം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5-ാം വർഷത്തിലേക്ക് ഓരോരോ പ്രോഗ്രാംസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടത്തും. ഇങ്ങനെ നടക്കുന്ന പ്രോഗ്രാമുകളിൽ പലപ്പോഴും ഇതൊരു വോളണ്ടറി പ്രോഗ്രാമാണ്, അതിനകത്തൊരു കാശ് ക്രിയേഷൻ പ്രോഗ്രാം അല്ല. ആക്ച്വലി ഒരു മണി ജനറേഷനോ, ഒരു രൂപ പോലും കയ്യിൽ നിന്ന് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് കയ്യിൽ നിന്ന് ചിലവാക്കുക എന്നതിലപ്പുറത്തേക്ക് ഇതിന് പുറകിൽ നടക്കുന്ന ആളുകൾ വളരെ സീരിയസ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കിയതായിട്ടില്ല. ഞാനിതുവരെ അവരാരും കാശ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. കാരണം ഈ പ്രോഗ്രാം അങ്ങനെ കാശ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അല്ല. ഓൺലൈനിലുള്ള ഈ ഒരു സംഘം ഓഫ്ലൈനിൽ സംഗമിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എഫേർട്ടുകളും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള റിസ്കുകളൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോടൊക്കെ നടന്ന പ്രോഗ്രാമുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആളുകളും നടത്തിയ അതിൻ്റെ പ്രാരംഭഘട്ട മീറ്റിങ്ങുകൾക്ക് യൂണിവേഴ്സിറ്റി വരെ കോഴിക്കോട് നിന്ന് ട്രാവൽ ചെയ്ത് വരുന്ന സ്ത്രീകൾ, കോഴിക്കോട് ടൗണിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന വീട്ടമ്മമാർ, കോഴിക്കോട് ചില വീടുകളിൽ വെച്ച് നടത്തിയ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി മറ്റു വീടുകളിൽ നിന്ന് എത്തിയിട്ടുള്ള ഈ ഓറഞ്ച് ആപ്പിൾ ഫാമിലി മെമ്പേഴ്സ്. ഇതെല്ലാം സഹകരണ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് കോഓപ്പറേഷൻ ഉള്ളത് കൊണ്ടാണ് അവർ വന്നത്. ഇതിനകത്ത് സഹകരിച്ചാൽ എന്താ ഒരു ദോഷം? ഇത്തരത്തിലുള്ള സംഘങ്ങൾ കളറിംഗ് ലൈഫ്സ് ഫ്രൂട്ട്ഫുള്ളി എന്ന ജീവിതങ്ങൾക്ക് മനോഹരമായ ഫലങ്ങൾ, നിറങ്ങൾ പകരാനുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൊക്കെ നമുക്ക് സഹകരിക്കാം. അതായത് സഹകരിക്കേണ്ട മേഖലകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട സോഷ്യലി, ഇമോഷണലി, ഫിനാൻഷ്യലി ഒരു എത്തിക്കലായിട്ട്, ലീഗലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയയിലൊക്കെ ഉള്ള ആളുകളുടെ കൂടെ നമുക്ക് സഹകരിക്കാം. അത്തരത്തിലുള്ള ഒരു സഹകരണ മനോഭാവങ്ങളാവാം. അപ്പുറത്തേക്ക് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന
ജനറലി അട്രോസിറ്റീസും അപകടങ്ങളും സോഷ്യൽ പ്രതിസന്ധികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവൃത്തി എന്ത് തന്നെ, ആര് തന്നെ, ഏത് മതം, രാഷ്ട്രീയം, ഏത് ജാതി, ഏത് നാട്ട്, എവിടുത്തുകാർ പ്രവർത്തിച്ചാലും അതിനകത്തൊന്നും നമുക്ക് സഹകരിക്കുക എന്നുള്ളത് യൂണിവേഴ്സലി നമുക്ക് ആറ്റിറ്റ്യൂഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മികച്ച ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് ഭൂഷണമല്ലല്ലോ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ രണ്ട് ഏരിയകളാണ്. അപ്പൊ സഹകരിക്കേണ്ട മേഖലകളും സഹകരിക്കേണ്ടതില്ലാത്ത മേഖല, രണ്ടും സഹകരണ ആറ്റിറ്റ്യൂഡിലാണ് വരിക. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് അല്ല, രണ്ടും പോസിറ്റീവാണ്. എന്താ കാരണം? ആ വിഷയത്തിൽ എനിക്ക് സഹകരിക്കാൻ പറ്റുകയില്ല ബിക്കോസ് ഓഫ് സയന്റിഫിക്കലി, സോഷ്യലി, ഫിനാൻഷ്യലി ആൻഡ് അതർ ഫിലോസഫിക്കലി അതൊന്നും ശരിയല്ല. അപ്പൊ ശരിയല്ലാത്ത, ഫിലോസഫിക്കലി, സോഷ്യലി ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ പലപ്പോഴും പലരും സഹകരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അതിനകത്ത് നടക്കാൻ പാടില്ലാത്ത, സോഷ്യലി അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിലോസഫിക്കലി ഒന്നും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള എത്രയോ അനാവശ്യ പ്രവൃത്തികൾ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാഹ ചടങ്ങുകളിൽ പെൺകുട്ടികളോ പുരുഷന്മാരോ ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത് അറിയില്ല, നടക്കാറുണ്ട്. ഈ നടക്കുന്ന പ്രവൃത്തികളുടെ പ്രവണതകളോട് സഹകരിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകളും അതിനോട് താല്പര്യപ്പെടാത്ത ആൾക്കാർ, ശരിയല്ലാത്ത പ്രവണതകളാണെങ്കിൽ അത് സഹകരിക്കാതിരിക്കുന്നതും, നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതല്ലാത്ത എത്രയോ നല്ല കാര്യങ്ങളുണ്ട് അതിനൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അപ്പൊ എന്തൊക്കെ ഏരിയകളിലാണ്, അപ്പൊ നമുക്കത് സോഷ്യലി അല്ലെങ്കിൽ ഫിലോസഫിക്കലി, സോഷ്യൽ ഫിലോസഫി സാമൂഹികമായിട്ടുള്ള ഒരു 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 തത്വമുണ്ട് സൊസൈറ്റിയിൽ. അതിന് ഒക്കെ തടസ്സമുണ്ടാക്കി സൊസൈറ്റിയുടെ ഭദ്രത തകർക്കുക, സൊസൈറ്റിയുടെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുത്തുക, അങ്ങനെ സൊസൈറ്റിയുടെ കോൺഫിഡൻസ് സാമൂഹികമായിട്ട് അല്ലെങ്കിൽ അതിൽ വ്യക്തികൾക്ക് ഓരോ സമൂഹത്തിലുമുള്ള അവരുടെ വിശ്വാസത്തിന്റെ ശക്തിയെ തകർത്ത് കളയുക, അപ്പം നിരാശാബോധം ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള അത്തരത്തിലുള്ള മാനസികമായ അത്ര നല്ല ഗുണമല്ലാത്ത, ഉചിതമല്ലാത്ത കാര്യങ്ങളിലൊന്നും സഹകരിക്കുന്ന ആറ്റിറ്റ്യൂഡും നല്ലതല്ല. മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിൽ വന്ന് സംഗമിക്കുകയും ആളുകൾ പരസ്പരം പരിചയപ്പെടുകയും പരസ്പരം ഊർജം കൈമാറുകയും, എനിക്ക് തോന്നുന്നു ഒരു സിനർജിയൊക്കെ, വളരെ വലിയ ഒരു സിനർജിയൊക്കെ ശരിക്കും കോഴിക്കോട് നടന്ന പല പ്രോഗ്രാമിലും, പാലക്കാട് പ്രോഗ്രാമിലൊക്കെ ഉണ്ടായതായിട്ട് അതിൽ പലരും പറയുകയും ഫീഡ്ബാക്കിൽ പറയുകയും അത് ഉണ്ടാവുകയും അതൊക്കെ നമ്മൾ പലരും അനുഭവിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇത്തരത്തിലുള്ള സിനർജി ഓറിയന്റഡ് ആയിട്ടുള്ള സഹകരണ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ് ഓഫ് കോഓപ്പറേഷൻ വളരെ നല്ലതാണ്. അപ്പൊ നമുക്കൊരു സഹകരിക്കാൻ, ഇപ്പൊ അയൽവാസികൾ ഒരു നല്ല കാര്യം ചെയ്യണം സൊസൈറ്റിക്ക്, അപ്പൊ അതിനകത്ത് വീട്, റോഡ്, ഒരു പാവപ്പെട്ട ആൾക്ക് വീട് ഉണ്ടാക്കുന്നു, ഒരു റോഡ് എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ പൊതു എന്താ പറയാ തോടുകൾ വൃത്തിയാക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനകത്തൊക്കെ സഹകരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹകരണ മനോഭാവം പ്രകടിപ്പിക്കും. ഒരിക്കൽ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്, ഞാനൊരു പോകുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ തന്നെ പിള്ളേർ ക്ലബ്ബെല്ലാം കൂടി ക്ലീനിങ് നടത്തുന്നത്. അപ്പൊ നമ്മള് അതിനകത്ത് കൂടണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് നടന്നില്ല. നടക്കാൻ വന്നപ്പോൾ നമ്മളൊരു അറേഞ്ച്മെന്റ് ചെയ്തത് അവർക്കുള്ള കുറച്ച് വെള്ളം, ഫുഡ്, കാര്യങ്ങളൊക്കെ നമുക്ക് സഹകരിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിൽ സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുറെ ആളുകൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു, അതിൽ ഓരോരുത്തരും ഏറ്റെടുത്തു. എല്ലാവരും അതിനകത്താണ് സഹകരിച്ചു, പറ്റാവുന്ന മേഖലകളും പറ്റാവുന്ന രീതിയിലും പറ്റാവുന്ന പോലെയൊക്കെ സഹകരിക്കുക. ഇത്തരത്തിലുള്ള ഒരു കോഓപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് സാമൂഹിക സുരക്ഷിതത്വത്തിനും കുടുംബപരമായ സംരക്ഷണ ഭദ്രത, അങ്ങനെ സോഷ്യൽ, ഫിനാൻഷ്യൽ, ഫാമിലി ഓറിയന്റഡ് ആയിട്ട് സാമൂഹികപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെ, ഏതൊരു സ്ഥാപനവും ഇവിടെ ആയിരുന്നാലും, പൊതു ചാരിറ്റി പ്രവർത്തനങ്ങളായിരുന്നാലും, മതസ്ഥാപനങ്ങളായിരുന്നാലും, സാമൂഹിക സംഘങ്ങളായിരുന്നാലും, വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനങ്ങളായിരുന്നാൽ പോലും ഇതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള സഹകരണം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആറ്റിറ്റ്യൂഡ് ഓഫ് കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സഹകരണ മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളാണ് വിലയിരുത്തേണ്ടതും വിധിയിരുത്തേണ്ടതും. ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ടൊക്കെ സംഘം ചേർന്ന് പുതിയ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് സ്കൂളുകളിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മൾ നടക്കാറുണ്ട്. ഇതിനകത്തൊക്കെ സഹകരണമായിട്ട് അടിസ്ഥാനത്തിൽ പരിപാടികൾ നടത്താൻ
പരിപാടികൾ നടത്താൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അതിനകത്ത് കൂടിക്കൊടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരു കോപ്പറേറ്റീവ് മെന്റാലിറ്റി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. നാട്ടിലൊക്കെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പരസ്പരം സഹകരിച്ചുകൊണ്ട് സാമ്പത്തിക സ്ഥാപനങ്ങളും മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഈ ഒരു ആശയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, അപ്പൊ പരസ്പരം സഹകരിക്കാവുന്ന നല്ല മേഖലകളെ കണ്ടെത്തുകയും അതിനെ ഈ രൂപത്തിൽ വിദൂരമായിട്ടും ദൂരമായിട്ടും വ്യാപകമായ രൂപത്തിൽ സാമൂഹിക പരിക്കുകളൊന്നും പറ്റാത്ത രൂപത്തിലുള്ള അത്തരം സംരംഭങ്ങളും രീതികളിലൊക്കെ സഹകരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് കോപ്പറേഷൻ. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിൽ കമന്റിന് താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, കമന്റിൽ രേഖപ്പെടുത്തണേ. ഗോഡ് ബ്ലെസ്. ലവ് യു ഓൾ.